UDFിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര, പുതുയുഗ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആ യാത്രക്കിടയിൽ സംഘർഷമുണ്ടായി എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തല്ലി എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ പുതുയുഗ യാത്രക്കിടയിൽ കാണുന്ന സ്പെഷ്യൽ തല്ലാണ് കാണുന്നത്. സേവാദൾ പ്രവർത്തകരെ ആണ് കയ്യേറ്റം ചെയ്തത് എന്ന് പറയുന്നു. വേദിയിൽ കയറുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. വേദിയിലേക്ക് എല്ലാവരും ഇങ്ങനെ കയറിപ്പറ്റാൻ വലിയ പരിശ്രമവും പരാക്രമവും നടത്തുമ്പോൾ പാവം സേവാദൾ പ്രവർത്തകർ അവരെ പലരെയും തടയാനോ നിയന്ത്രിക്കാനോ ഒക്കെ ചെന്ന് കാണും. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ അടിപൊട്ടി, കയ്യേറ്റം എന്നൊക്കെ പറയുന്നു. ദൃശ്യങ്ങളിൽ കുറേയൊക്കെ നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഷാജഹാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷാജഹാൻ, ചെങ്ങന്നൂരിലായിരുന്നു ഈ സംഭവം. സേവാദളുകാരെയാണോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈകാര്യം ചെയ്തത്? തിരിച്ചും കൊടുത്തോ സേവാദൾ? ശരത്തെ, ഇതിപ്പോ നമ്മള് ചേർത്തല പള്ളിപ്പുറത്തുനിന്ന് തുടങ്ങിയത് തൊട്ട് നമ്മളിത് കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളില്. കാര്യം സേവാദൾ പ്രവർത്തകർക്ക് സതീശൻ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാര്യം സ്റ്റേജിൽ കൂടുതൽ ആളുകൾ കയറാൻ പാടില്ല, കൂടുതൽ പ്രാധാന്യം തനിക്കായിരിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ പൊതുവെ ഉള്ള ഒരു ചിന്താഗതി. അതുകൊണ്ട് നേതാക്കളാണേലും പ്രവർത്തകരാണേലും കൂടുതൽ ആൾക്കാരെ സ്റ്റേജിലേക്ക് കയറ്റണ്ട എന്ന കർശന നിർദ്ദേശം നൽകി സേവാദൾ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അത് വല്ലതും കോൺഗ്രസ് നേതാക്കൾ ഉൾക്കൊള്ളുമോ, അംഗീകരിക്കുമോ? വരുന്നവർക്കൊക്കെ അല്പം നേതാവിൻ്റെ പരിവേഷമുള്ളവർക്കൊക്കെ വേദിയിൽ കയറിപ്പറ്റി നിൽക്കുക എന്നുള്ളതാണ്. നേരത്തെ ഷാജഹാൻ കണ്ടതാവും, കോഴിക്കോട് എത്തിയപ്പോൾ കുറ്റ്യാടിയിലോ മറ്റോ ആണ്, അതോ വടകരയിലോ, ആ ഭാഗത്ത് എവിടെയോ നേരത്തെ ഷാഫി പറമ്പിൽ തന്നെ മറ്റൊരു നേതാവിൻ്റെ കഴുത്തിന് പിടിക്കുന്ന തരത്തിലുള്ളത് വന്നു. പിന്നീട് അത് സ്നേഹപ്രകടനമാണെന്ന് പറയുന്നത് കണ്ടു. നമ്മളെല്ലാ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിനിടയിൽ മുല്ലപ്പള്ളി വീഴുന്നു. എന്തെല്ലാം കാഴ്ചകളായിരുന്നു. ചെങ്ങന്നൂരെത്തുമ്പോൾ നേതാക്കൾ നിൽക്കുന്ന ആ വേദിക്ക് തൊട്ട് താഴെയായിരുന്നോ ഈ തമ്മിത്തല്ല്? സതീശനടക്കമുള്ള വേദിക്ക് തൊട്ട് താഴെയായിരുന്നോ? തീർച്ചയായിട്ടും. കാര്യം സതീശൻ വന്ന് കയറുന്നു, അതിന് തൊട്ട് മുൻപായിട്ട് അടി പൊട്ടുന്നു. കാര്യം അത്രത്തോളം സതീശന്റെ മുന്നിൽ തന്നെ. കാര്യം അദ്ദേഹം ഇത് കണ്ടെങ്കിലും അത് കണ്ടതായിട്ട് ഭാവിക്കാതെ നേരെ സ്റ്റേജിലേക്ക് കയറുകയായിരുന്നു. നേരത്തെയും ആലപ്പുഴ വന്നപ്പോഴും സമാനമായ രീതിയിൽ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിയിലേക്ക് പോയില്ല. നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കടുപ്പം പിടിച്ചടിയായിരുന്നല്ലോ. കടുപ്പം പിടിച്ചടിയാണ്. അതെ, വളരെ ശക്തമായ രീതിയിലുള്ള ചില ആളുകളൊക്കെ പറന്നു കയറുന്നുണ്ട് സ്റ്റേജിനകത്ത്. ഇതിനെക്കാട്ടി ഒക്കെ വളരെ രസകരമായ ഒരു സംഭവം ഇന്നലെ കുട്ടനാട്ടിൽ നടന്നു. സ്ഥലത്ത് ഈ സ്റ്റേജിലോട്ട് മാല ഇടുന്നതിനായിട്ട് പ്രതിപക്ഷ നേതാവിന് ഒരു വലിയ മാല ഒരാൾ കൊണ്ടിട്ടു. അപ്പൊ അതിനിടയിൽ ഒരു പ്രത്യേകിച്ച് കാര്യം, കോൺഗ്രസുകാർക്ക് പോലും നിയന്ത്രണമുള്ള സ്ഥലത്ത് കുട്ടനാട്ടിൽ നിന്നും ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ട ഒരാൾ അതിനിടയ്ക്ക് കയറി തലവെച്ചു. അത് അവർ പോലീസ് അന്വേഷിച്ചു. കാര്യം പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടറമ്പിൽ ഇതാളെങ്ങനെ വന്നു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ പൈപ്പിന്റെ പണിക്ക് വന്ന മലപ്പുറത്ത് നിന്നുള്ളൊരു സ്വദേശിയാണ്. അയാളാണ് അതിനിടയ്ക്ക് ഈ സതീശൻ മാല ഹാരാർപ്പണം നടത്തുന്നതിനിടയ്ക്ക് സതീശനോടൊപ്പം നിന്ന് മാലയിട്ട് സ്വീകരണം ഏറ്റുവാങ്ങിയത്. അതിനെക്കുറിച്ചും ഇപ്പോൾ ട്രോള് വരുന്നുണ്ട്. എന്തായാലും ഈ അടിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സേവാദൾ പ്രവർത്തകരുമായിട്ടുള്ള സംഘർഷവും ഓരോ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഒരുപാട് ഇതൊക്കെ കാണുമ്പോഴും നാടിന് പ്രയോജനമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറയാനും ഉണ്ട്. ഒറ്റ കാര്യം കൂടി ഷാജഹാൻ, അതായത് തൊപ്പിവെച്ച കോൺഗ്രസും തൊപ്പി വെക്കാത്ത കോൺഗ്രസും തമ്മിലായിരുന്നു തല്ല്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു കാര്യം. തൊപ്പിവെച്ച കോൺഗ്രസും, അതായത് ഗാന്ധിയൻ ചിന്താഗതിയുള്ള സേവാദൾ പ്രവർത്തകരും ആ ചിന്താഗതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരും തമ്മിലുള്ള അടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്.